കുഞ്ഞേ മാപ്പ്. ഒരു പൊന്നിൻ കുരുന്നിന് വന്ന ദാരുണാന്ത്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ഡിസംബർ 13 നിറഗർഭിണിയായ ഒരു സ്ത്രീ സ്കാനിംഗ് റിപ്പോർട്ട് കാണിക്കാനായിട്ട് ചെന്നു. താലൂക്ക് ആശുപത്രി അധികാരികൾ സ്കാനിംഗ് റിപ്പോർട്ട് കണ്ട് ഒരു കുഴപ്പവുമില്ല എന്നറിയിച്ച് വിടുകയും ചെയ്തു. ഡിസംബർ 21 പ്രസവ ദിനം. എന്നാൽ ആ ദിവസം തന്നെ പ്രസവവേദന അനുഭവപ്പെടുകയും താലൂക്ക് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവരെ എത്തിക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ എത്തിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരം പകുതിയോളം പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ് സത്യം. പത്രവാർത്തകളും പറയുന്നത് അങ്ങനെ തന്നെ, ടി വിയും പറയുന്നത് അങ്ങനെ തന്നെ, എല്ലാ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ തന്നെ. അങ്ങനെയുള്ള ആ ദയനീയമായ സാഹചര്യത്തിൽ ഗർഭിണിയായിട്ടുള്ള ആ സ്ത്രീയെ, കുഞ്ഞിൻ്റെ പകുതി ശരീരം വരെ പുറത്തു വന്ന ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നതിന് അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷ നൽകുന്നതിന് തയ്യാറാകാതെ ആശുപത്രി അധികാരികൾ ആ ഗർഭിണിയായ സ്ത്രീ ധരിച്ചിരുന്ന അടിപ്പാവാട വലിച്ചു കീറി വയറ്റിൽ മുറുക്കിക്കെട്ടി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഡോക്ടർ ഫോണിലൂടെ നിർദ്ദേശം കൊടുത്തു അത്രേ, മെഡിക്കൽ കോളേജിലേക്ക് അയക്കാൻ. ആ പാവം സ്ത്രീ, അവരുടെ ബന്ധുമിത്രാദികൾ പകുതിയോളം കുഞ്ഞിൻ്റെ ശരീരം പുറത്തു വന്ന ആ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സാരമായ തകരാറ് തലച്ചോറിന് സംഭവിച്ചിരിക്കുന്നു. ആ സമയമാകുമ്പോഴേക്കും കുട്ടി മരിച്ചുപോയി. ഒരു കൂട്ടം ജീവനക്കാരുടെ ദയനീയമായിട്ടുള്ള, അങ്ങനെയല്ല പറയേണ്ടത്, അവരുടെ അവഗണന കൊണ്ട്, അവരുടെ അനാസ്ഥ കൊണ്ട് വന്ന ഈ സാഹചര്യം ഒരിക്കലും അർഹിക്കാത്തതാണ്. സ്വന്തമായ വീട് പോലുമില്ലാത്തവർ, സ്വന്തമായിട്ടുള്ള വീട് പോലുമില്ലാത്തവർ, വാടക വീട്ടിൽ കഴിയുന്നവർ കുഞ്ഞിനെ മറവ് ചെയ്യാൻ ആശുപത്രി അധികാരികളോട് തന്നെ അല്ലെങ്കിൽ ആശുപത്രി സംവിധാനത്തിൽ തന്നെ നിർവഹിക്കേണ്ടി വന്നു. എന്ത് ക്രൂരമായ ഒരു വിനോദമാണിത്! എത്ര ദയനീയമായ ഒരു അന്ത്യമാണിത്! ഇങ്ങനെ ഒരു പാവം കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന വിധത്തിൽ പെരുമാറാൻ ആശുപത്രി അധികാരികളായിട്ടുള്ളവർക്ക്, എന്ന് വെച്ചാൽ അവരാണ് ദൈവങ്ങൾ, അവരാണ് ഒരു രോഗിയുടെ രോഗത്തെ ഇല്ലാതാക്കുന്നതും ആ രോഗിക്ക് ദീർഘകാലം ജീവിക്കാനുള്ള, സുഖത്തോടെ കഴിയാനുള്ള അനുകൂല സാഹചര്യമുണ്ടാക്കുന്നവർ. അങ്ങനെയുള്ള അവരുടെ ഭാഗത്ത് തന്നെ ഈ അനാസ്ഥയുണ്ടായത് ക്ഷമിക്കാവുന്ന ഒന്നല്ല. നിറഗർഭിണിയായിട്ടുള്ള അവരുടെ വയറ്റിൽ നിന്ന് കുഞ്ഞ് പാതി വരെ പുറത്തു വന്നിട്ടും അതിനെ ശ്രദ്ധിക്കാതെ, ഗൗനിക്കാതെ, വേണ്ട ശുശ്രൂഷ നൽകാതെ, പരിചരണം നൽകാതെ അവർ ധരിച്ചിരുന്ന അടിപ്പാവാട വലിച്ചു കീറി അവരുടെ അരയിൽ തന്നെ മുറുക്കിക്കെട്ടി മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ക്രൂരമായ അനാസ്ഥയാണ് അവർ കാണിച്ചത്! ഇത് ശരിയല്ല. ഇത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല.
ഇത്തരം നടപടികൾ ആസ്പത്രി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതേ എന്ന് മാത്രമേ ഈ വേളയിൽ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.